നമുക്ക് ആദ്യമായിട്ട് എങ്ങനെ ലെയറിംഗ് മിക്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ലെയറിംഗ് മിക്സിന് നമുക്ക് വേണ്ടത് 3 ഐറ്റംസ് ആണ്. അതിലൊന്ന് മണ്ണാണ്, ഇതൊന്നും ചെയ്തിട്ടുള്ള ഡയറക്റ്റ് എടുത്തേക്കുന്ന ഒന്നാണ്. രണ്ടാമത് ഇത് ചകിരിച്ചോറാണ്. ചകിരിച്ചോറ് വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു 3 ദിവസം വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് പിഴിഞ്ഞെടുത്തേക്കണം, കറയൊക്കെ കളഞ്ഞ. അല്ലെങ്കിൽ ചകിരി കമ്പോസ്റ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അടുത്തതായി വെർമി കമ്പോസ്റ്റാണ്. വെർമി കമ്പോസ്റ്റ് നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. വെർമി കമ്പോസ്റ്റാണ് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ആദ്യമേ വെർമി കമ്പോസ്റ്റും ചകിരിച്ചോറും നമുക്ക് ഉപയോഗിക്കാൻ പ്രശ്നമില്ല. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് മണ്ണൊന്ന് ക്ലിയർ ചെയ്തെടുക്കണം. മണ്ണ് ക്ലിയർ ചെയ്തെടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ചെറിയ ചെടികൾക്ക് ചെയ്യുമ്പോൾ കല്ലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ വേര് വരാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അത് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് ഫസ്റ്റ് പ്രോസസ്സ്. കല്ലും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റുവാണ്. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ഒരുവിധം നല്ല ഫൈൻ പൗഡറാണ്. അഴുക്കളൊക്കെ മാറ്റി ഫൈനായിട്ട് പൗഡറായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല മണ്ണാണ്, അതിൽ കട്ടകളൊന്നുമില്ല, കല്ലുകളും കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ മണ്ണ് റെഡിയായി. ഇനി നമുക്ക് മറ്റുള്ള മിക്സുകളും കൂടി ആഡ് ചെയ്യണം. ചകിരിച്ചോറ് നമുക്ക് ആദ്യമായിട്ട് ആഡ് ചെയ്യാം. ഈക്വൽ പോർഷൻ തന്നെ. അതുപോലെ തന്നെ വെർമി കമ്പോസ്റ്റ് ഈക്വൽ പോർഷൻ തന്നെ ആഡ് ചെയ്യുക. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും എല്ലാം ഏകദേശം ഈക്വൽ ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇനി മൂന്നും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്യും. നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യമനുസരിച്ച് വലുപ്പത്തിൽ ഇതുണ്ടാക്കിയെടുക്കാം. ആവശ്യത്തിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിലും ഷേപ്പിലും ലെയറിംഗ് ബോർഡ് ഉണ്ടാക്കിയെടുക്കാം. ഒരു തിൻ ഫിലിം, അതായത് ഫുഡ് റാപ്പോ തിൻ ഫിലിമോ എടുത്തിട്ട് അതിൽ ചുറ്റിയെടുത്താൽ, മുറുക്കി നന്നായി ടൈറ്റായി ചുറ്റിയെടുത്താൽ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ലെയർ ചെയ്യാനായിട്ട് ആദ്യമായിട്ടൊരു ബ്രാഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് പറയുന്നത്. ഇതാണ് പ്ലാന്റ്. ഒരുവിധം മച്യൂറായ പ്ലാന്റ് ആണ്. ഓൾറെഡി 2 ബ്രാഞ്ചിൽ ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഈ മേജർ ഒരു വലിയ ബ്രാഞ്ച് പോയിട്ടുണ്ട്. ആ ബ്രാഞ്ചിൽ ലെയറിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഒരു 5-6 നോഡ് പ്ലാന്റിന് വേണ്ടി വിട്ടിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്യാം ഒരു പാർട്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറച്ച് ഇലകൾ കളയണം ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ പോർഷൻ നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യാം. മുള്ളുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് കളയാം. ഓക്കെ, മുള്ളുകളൊക്കെ ഒരു വിധം പോയി. നമുക്ക് 2 പോർഷനിലും ചെറുതായിട്ടൊരു ഇതിടാം, കട്ടിടാം സൈഡ് വെച്ച്. അതായത് 1 ഇഞ്ചാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ആ പോർഷൻ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് അറിയാനായിട്ട് ആദ്യം ഒന്ന് ചെയ്യിക്കളയാം. റൗണ്ടിൽ നമ്മൾ ചെയ്യെടുത്ത് 4 ചുറ്റും തൊലി കളയുക. അങ്ങനെ തൊലി ഭാഗം ആദ്യം കളയുക. തൊലി ഭാഗം ശരിക്കും പോയതിന് ശേഷം ശരിക്കൊന്ന് ബ്ലേഡ് വെച്ച് ചെയ്യി കളയും. ചെയ്യി വന്നു കഴിയുമ്പോൾ നമുക്കൊരു മരത്തിൻ്റെ പോലത്തെ ഒരു ഇത് കിട്ടും, വെള്ള കളർ, പച്ചപ്പ് മാറും. ഇതിനകത്തൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണിത്. ഇത് മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ റൂട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ചെയ്ത് കഴിയുമ്പോൾ ചെറിയ ഡ്രൈ ആയി വരും. അതാണ് കറക്റ്റ് പാകം. വെള്ള കളറുമ്പോൾ അപ്പം അതിൻ്റെ പച്ചപ്പ് പോയത്. ഓക്കെ, ഇപ്പോൾ ഏതാണ്ട് ഓക്കെ ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യും. ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കുകയാണ്.
സൈഡിലേക്ക് ഇടണതാണ് നല്ലത്. കാരണം കൊമ്പ് നിൽക്കണതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊമ്പ് ഒടിയാനുള്ള സാധ്യതകൾ കുറയും. അല്ലെങ്കിൽ കൊമ്പ് നേരെ നിൽക്കണതുകൊണ്ട് ഒടിയാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. കുറച്ച് കട്ട് ചെയ്താൽ ഒരുപാട് ആഴത്തിലോട്ട് കട്ട് ചെയ്യേണ്ട, ഒരു പകുതി ഭാഗം വരെ കട്ട് ചെയ്ത് ശരിക്കും ക്ലീൻ ചെയ്യുക. നമ്മൾ പ്രത്യേകം തയ്യാറാക്കി വച്ചിരിക്കുന്ന റൂട്ടിംഗ് ഹോർമോൺ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും. ചുറ്റും അപ്ലൈ ചെയ്യണം. ശരിക്കും കട്ടിൻ്റെ അകത്തൊക്കെ ശരിക്കും അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരുവിധം ഉണങ്ങി കഴിയും. ഒരു പ്രാവശ്യവും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രത്യേകം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾ, ലെയറിങ് മിക്സ് ബോൾ, അപ്പോൾ അതെടുത്തിട്ട് നമ്മളൊരു ബ്ലേഡോ മറ്റോ വെച്ച് ഒന്ന് വരയുക. ഒരു കത്തി എന്തെങ്കിലും വെച്ച് ശരിക്കും ഒന്ന് അമർത്തുക. നമുക്കിങ്ങനെ ഒരു വിടർന്ന രീതിയിൽ കിട്ടും. വരഞ്ഞ ശേഷം ഒരു ചെറിയ കഷ്ണം സെല്ലോ ടേപ്പും കൂടെ എടുക്കുക. നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് കറക്റ്റായി ഇരിക്കുന്ന രീതിയിൽ വെക്കുക. അത് കഴിഞ്ഞ് അത് നന്നായി പ്രസ് ചെയ്യുക. സെല്ലോ ടേപ്പ് എടുക്കുക, നന്നായി മുറുക്കി ഒട്ടിക്കുക. ഒന്ന് നന്നായി അമർത്തിയും കൊടുക്കുക. ഫുഡ് റാപ്പിൻ്റെ ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുത്തതിന് ശേഷം ഇതിന് മുകളിൽ വെച്ച് നന്നായി ചുറ്റുക. മൂലകളെല്ലാം നന്നായി ഒതുക്കി വെക്കുക. ഒരു ഗ്രാഫ്റ്റിംഗ് ടേപ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് വലിച്ച് നീട്ടി അത് ഉപയോഗിച്ച് വേണം ഇത് നന്നായി കെട്ടുക. നന്നായി വലിച്ചു മുറുക്കി കെട്ടണം, ഒട്ടും ലൂസ് ആവാത്ത രീതിയിൽ. ആദ്യം 2 അറ്റവും കെട്ടുക. രണ്ടറ്റം കെട്ടിയതിന് ശേഷം ഒന്ന് അമർത്തി കൊടുത്ത് കറക്റ്റ് ഷേപ്പ് ആക്കിയിട്ട് അതിൻ്റെ മുകളിലും ചുറ്റുക. മുറുക്കി തന്നെ ചുറ്റണം. നന്നായി മിക്സ് നമ്മൾ ആ കെട്ടിയ ഭാഗത്ത് മുറുകിയിരിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതിനുശേഷം ഈ ബാലൻസ് വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ വെട്ടിക്കളയുക. അറ്റത്തൊക്കെ അധികം നിർത്താതിരിക്കുന്നത് വെള്ളം തങ്ങി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അറ്റമൊക്കെ ശരിക്കും വെട്ടി ക്ലീൻ ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ലെയറിങ് ചെയ്യേണ്ടത്.